ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇപ്പോൾ. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു വെള്ളരിക്ക കറിയാണ്. അതിനായിട്ട് ഞാൻ വെള്ളരിക്ക ഇവിടെ നേരത്തെ ഞാൻ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അതൊരു മൺചട്ടിയിലോട്ടാക്കുകയാണ്. ഇനി ഇതിലോട്ട് 2 പച്ചമുളകും വേവിക്കാൻ ആവശ്യമായ വെള്ളവും ഉപ്പും കൂടെ ചേർത്ത് വേവിക്കാൻ വെക്കാം. ഇത് വെന്ത് വരുന്ന സമയത്ത് ഇതിനാവശ്യമായ അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കാനായിട്ട് തേങ്ങയും പച്ചമുളകും ജീരകവും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഈ അരപ്പിൻ്റെ അകത്ത് ഞാൻ ഈ വെള്ളരിക്ക കഷ്ണങ്ങൾ വെന്തതിന് ശേഷം കുറച്ച് വെള്ളരിക്ക കഷ്ണങ്ങളുടെ ചേർത്ത് അരയ്ക്കുന്നുണ്ട്. അങ്ങനെ അരച്ചെടുക്കുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതിനുവേണ്ടി വേണേൽ അങ്ങനെ അരച്ചെടുക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ വെള്ളരിക്ക കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളരിക്ക കഷ്ണങ്ങൾ അതിലോട്ട് ചേർത്ത് അരച്ചെടുക്കുകയാണ്. ഇനി ഇത് അരപ്പെല്ലാം നമുക്ക് ഈ കഷ്ണങ്ങളിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. ആ മിക്സിയിലോട്ട് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് പറഞ്ഞോട്ടെ, വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമ്മളുടെ ഈ കറി നന്നായിട്ടിപ്പോൾ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തീ കുറച്ച് വെച്ചതിന് ശേഷം മാത്രമേ തൈര് ചേർത്ത് കൊടുക്കാവൂ. തിളപ്പിക്കരുത്, ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി. അതിന് ശേഷം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലോട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് ചുവന്നുള്ളിയുടെ അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. ചുവന്നുള്ളി ചേർത്ത് മൂത്തതിന് ശേഷം ഇതിലോട്ട് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇതുപോലെ ട്രൈ ചെയ്തിട്ട് നോക്കിയിട്ടില്ലാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചോറിൻ്റെ കൂടെ ഒക്കെ കൂട്ടാൻ നല്ലതാണ്. ഇതിലോട്ട് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 2 തരം വറ്റൽമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ളത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം ഇതിലോട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി തീ ഓഫ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോക്കിയ കറിക്ക് കാണാൻ നല്ല ഭംഗിയല്ലേ? കാണുമ്പോൾ തന്നെ കൂട്ടാൻ തോന്നും. ഇനി ഇത് കുറച്ച് നേരം അടച്ചു വെക്കണം. ഇപ്പോൾ ഇളക്കരുത്. കുറച്ച് നേരം അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. കുറേ പേര് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല വീഡിയോയുമായിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.